ഈ കാണുന്ന രീതിയിൽ ചെറിയ കൊലച്ചേര് വെച്ച് ചെറിയ ചെറിയ കുഴികളാണ് കേട്ടോ. ഏകദേശം ഈ ഒരു തടത്തിൽ 15 വിത്ത് നമുക്ക് പാകാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ഈ തടത്തിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇഞ്ചി ഈ കാണുന്ന രീതിയിൽ അടിയോടെ വിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൂടുതൽ വിളവും നമുക്ക് കിട്ടും. പിന്നെ മാക്സിമം അകലെ വിട്ട് നടുവാണെങ്കിൽ അതും നമ്മളെ വിളവിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കുറച്ച് ചാരമാണ് ഇടുന്നത്. നമ്മുടെ ഈ അടുപ്പിൽ കത്തിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള ചാരമാണ്. ചാരം പൊട്ടാഷൊക്കെ കിട്ടാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ. അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് നമ്മുടെ കുഴികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മുടെ ഇഞ്ചി വിത്ത് ഇറക്കി വയ്ക്കാവേ. അതിൻ്റെ ആ മുളയുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ പതുക്കെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ വെച്ച് കൊടുത്ത ശേഷം കോലിച്ചേര് വെച്ച് തന്നെ പതുക്കെ മൂടിയിടുവാണ് കേട്ടോ. മൂടുമ്പോൾ നടുഭാഗത്ത് ചെറിയൊരു കുഴി കിടക്കുന്നത് നല്ലതാണേ. അപ്പോൾ വിത്തൊക്കെ നട്ട് കഴിഞ്ഞ ശേഷം നമ്മളിതിന് പുതയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉണങ്ങിയ കരിയിലയും പിന്നെ നമ്മുടെ ഈ ചവറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ